നമ്മുടെ മുംബൈയിലെ നാവിക ആസ്ഥാനത്ത് ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും, ശരിയല്ലേ? പക്ഷെ അവിടെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി. അതൊരു ചെറിയ മുംബൈയെ സംബന്ധിച്ച് മുംബൈ നമ്മുടെ തന്ത്രപ്രധാനമായ നഗരമാണ്. നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. നമുക്ക് മസഗോൺ ഡോക്ക് എന്ന് പറയുന്ന ഒരു സൈന്യത്തിൻ്റെ നേവിയുടെ ഒരു ഷിപ്പ് യാർഡുണ്ട്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ടാക്കുന്ന പോലെ യുദ്ധക്കപ്പലുകൾ മാത്രം ഉണ്ടാക്കുന്ന മസഗോൺ ഡോക്ക് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേവൽ ആസ്ഥാനം മുംബൈയിലാണ്. അത് കഫ് പരേഡിലാണ്. കഫ് പരേഡിൽ ഉണ്ടായിരിക്കുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ സിനു പറഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സുരക്ഷയാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ന്യൂക്ലിയർ അന്തർവാഹിനികളൊക്കെ വിശാഖപട്ടണത്തും മുംബൈയിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൊച്ചിയിലും ഒക്കെ ഉണ്ട്. എവിടെയാണെന്ന് അറിയില്ല. എവിടെയാണെന്ന് അറിയാമെങ്കിലും ആർക്കും അറിയാൻ പറ്റില്ല. അറിയാവുന്നവർ പറയാനും പാടില്ല. മാത്രമല്ല ഈ അന്തർവാഹിനികളൊക്കെ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് അവയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖവും നേവൽ ആസ്ഥാനമാണ് കഫ് പരേഡിലെ നമ്മുടെ മുംബൈയിലെ നേവിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണ് AP ടവർ. AP ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടവർ. അതിൻ്റെ മുന്നിൽ സെൻട്രികൾ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാവൽ നിൽക്കുന്ന സെൻട്രികൾ എന്ന് പറഞ്ഞാൽ അവർ യന്ത്രത്തോക്കുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാജ്യവും സൈന്യവും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്ത ആയതുകൊണ്ട് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാത്തതുമായിരിക്കാം. നമുക്ക് അറിയാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ആധികാരികമായിട്ട് പറയുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യും മുമ്പ് നമ്മൾ സംസാരിച്ചല്ലോ, ഈ സൈന്യവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ കൊടുക്കണോ, കൊടുക്കുന്നതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ സംസാരിക്കുന്നത്. അവിടെ നമ്മൾ തീരുമാനിക്കുകയായിരുന്നു നമുക്കിത് പ്രേക്ഷകർക്ക് പറയാം. കാരണം സൈന്യത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. സൈന്യമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മൾ സൈന്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന്, സൈന്യത്തിലെ ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കൂടുതൽ നന്നായി സേന പ്രവർത്തിക്കാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും അതാവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം രാത്രി 7:30 AP ടവറിന് മുന്നിൽ ഒരു ജവാൻ കാവൽ നിൽക്കുക, നേവൽ ഓഫീസർ, കമാൻഡോ പരിശീലനം കിട്ടിയ ആൾ യന്ത്രത്തോക്കുമായിട്ട് കാവൽ നിൽക്കുകയാണ്. അയാളുടെ പക്കൽ ഒരു ഇൻസാഫ് റൈഫിളുണ്ട്, 2 മാഗസിനുകൾ, വെടികുണ്ടുകളുള്ള 2 മാഗസിനുകളുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ലോഡ് ചെയ്തിട്ടുണ്ട്, വേറെ 2 ഉണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 10-100 റൗണ്ടെങ്കിലും വെടിവെക്കാൻ കഴിയുമായിരിക്കും. എനിക്ക് കൃത്യ കണക്കറിയില്ല, നമ്മൾ പട്ടാളക്കാരല്ല. അപ്പം 2 മാഗസിനുകളും 1 മാഗസിൻ ഇൻസാഫ് റൈഫിളിലും ഉണ്ട്. ഫുള്ളി ലോഡഡ് ഗണ്ണായിരിക്കും. കാരണം കാലിത്തോക്കുമായിട്ട് നിൽക്കത്തില്ലല്ലോ, കാവൽ നിൽക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലെ നേവൽ ബേസിലേക്ക് പോകാണ്. റോഡിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് സെക്യൂരിറ്റി ചെക്ക്, അല്ലേ? പോലീസുണ്ട്, അത് കഴിഞ്ഞ് നേവൽ പോലീസുണ്ട്, പിന്നെ ആയുധധാരികളായ നേവൽ കമാൻഡോസ് ഉണ്ട്. പിന്നെ കുറച്ചുള്ളിലോട്ട് പോകുമ്പോൾ മണൽ ചാക്കുകളൊക്കെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ യന്ത്രത്തോക്കം ഫിറ്റ് ചെയ്ത ആളിരിക്കുന്നത് കൊച്ചി നേവൽ ബേസിൽ പോയി കാണാം. അപ്പോൾ കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്ത് ഇങ്ങനെയാണ്. അപ്പോൾ മുംബൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലേറെ സുരക്ഷാ സേനകളുണ്ട്. ഒരു ഈച്ച പോലും അതിനകത്തേക്ക് പറക്കില്ല. അവിടെ ഇദ്ദേഹം കാവൽ നിൽക്കുന്നു. രാത്രി 7:30 മണിയായപ്പോൾ മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥൻ വരുന്നു. ഇദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നു ഡ്യൂട്ടി ചേഞ്ച് ആണ് എന്ന് പറയുന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായും ഡ്യൂട്ടി ചേഞ്ച് വരുമ്പോഴത്തേക്ക് റൈഫിൾ കൈമാറുന്നു. ഇദ്ദേഹം തിരിച്ചു പോകുന്നു. തിരിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ ക്വാർട്ടേഴ്സിലെത്തി കഴിയുമ്പോഴാണ് ഓർക്കുന്നത് തൻ്റെ വാച്ച് മറന്നുപോയി. ഇദ്ദേഹം നേരത്തെ ഈ ഡ്യൂട്ടിക്കിടയിൽ എപ്പോഴോ പുള്ളി വാച്ച് അടിച്ച് അവിടെ വെച്ചിരുന്നു. വാച്ച് തിരിച്ചെടുക്കാൻ വേണ്ടി കഫ് പരേഡിലെ മുംബൈ നാവിക ആസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രധാന ടവറായ കഫ് പരേഡിൽ കാവൽ നിന്ന സ്ഥലത്തേക്ക്, സെൻട്രി ആയിട്ട് നിന്ന സ്ഥലത്തേക്ക് ഈ സൈനിക ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അവിടെ ശൂന്യമാണ്. പകരം നിൽക്കുന്ന ആളില്ല. അപ്പോൾ ഇതെവിടെ പോയി? അത്യാവശ്യം ടോയ്ലറ്റിൽ വല്ലതും പോയി. പക്ഷെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല സൈന്യത്തിൽ. കാവൽ നിൽക്കുന്ന ആൾ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് പറഞ്ഞത് മാറാനും പറ്റും. അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇയാൾ സ്വാഭാവികമായും അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇയാൾ അവിടെ പരിശോധിച്ചു, കണ്ടില്ല. പരിഭ്രാന്തിയായി. തോക്കുണ്ട്, യന്ത്രത്തോക്കുണ്ട്, 2 മാഗസിനുകളുണ്ട്, വെടികൊണ്ടുള്ള വെച്ച മാഗസിനുകളുണ്ട്. ഇതെവിടെ പോയി എന്ന് ഇയാൾ സ്വന്തം നിലയ്ക്ക്, എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്, സ്വന്തം നിലയ്ക്ക് പരിശോധിച്ചു. 3 മണിക്കൂർ ഈ വിശാലമായ കാമ്പസിൽ ഇയാൾ തിരഞ്ഞുവത്രേ. പത്രഭാഷയാണ് അല്ലേ? അതിനുശേഷം സംഗതി കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇയാൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നേവി സർവ്വസന്നാഹങ്ങളുടെ ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് പരിശോധിച്ചു. ആളെ കണ്ടില്ല. പിന്നെയുള്ളത് വഴി എന്ന് പറഞ്ഞാൽ പോലീസിൽ അറിയിക്കുക. കഫ് പരേഡ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. CCTV ഒക്കെ പരിശോധിച്ചു. എല്ലായിടത്തും സർവൈലൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ എങ്ങോട്ട് പോയി എന്നറിയില്ല. ഇതുവരെ നമ്മളിത് സംസാരിക്കുന്ന ഈ സമയം വരെ
ഇയാളെ കണ്ടെത്തിയിട്ടില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കാവൽ നിൽക്കുന്ന ആൾ മാറണമെങ്കിൽ ഡ്യൂട്ടിക്ക് പകരം ഒരാൾ വരണമല്ലോ, അവിടേക്കാണ് ഒരാൾ കടന്നു വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ വരേണ്ട ആളെവിടെ? അറിയില്ല, അതും മിസ്സിംഗ് ആണ്. ഞാനല്ലല്ലോ അവിടുത്തെ. അങ്ങനെ എനിക്കും സംശയമുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ ഒരാൾ സംശയങ്ങൾ ആരംഭിക്കുന്നത് ഇതിന്റെ ഗേറ്റ് മുതലാണ്. എങ്ങനെ ഗേറ്റ്? ഒരു യൂണിഫോം ഇട്ട ഒരാൾ, എങ്ങനെ യൂണിഫോം ഉണ്ടെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിലേക്ക് ഒരാൾ യൂണിഫോം ഇട്ടുകൊണ്ട് കയറി പോകാനൊന്നും പറ്റില്ല. ID കാർഡ് ചോദിക്കും, ഒക്കെ ചോദിക്കും. അങ്ങനെ ആദ്യത്തെ 2ഉം 3ഉം കടമ്പകളൊക്കെ കടന്ന് കയറി അകത്തേക്ക് ഒരാൾ വരുന്നു. അതെങ്ങനെ സാധിക്കും? അവിടെ തന്നെ CCTV ക്യാമറകളും ഇല്ലേ? പിന്നെ അവിടെ വരുന്നു, അവിടെ വന്ന് ഇയാളോട് പറയുന്നു ഡ്യൂട്ടി ചേഞ്ച് എന്ന് പറയുന്നു. ഡ്യൂട്ടി ചേഞ്ചിന് സാധാരണ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഒരു വിദൂര മുഖപരിചയമെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കാണുമല്ലോ. കാരണം ഓരോരുത്തർക്കും അറിയാം ആരാണ് കാവൽ നിൽക്കുന്നതൊക്കെ അറിയാം. ഈ ഡ്യൂട്ടി മാറി എന്ന് കരുതി പോയ ഉദ്യോഗസ്ഥന് ഒരു വിദൂര പരിചയം പോലും ഇല്ലാത്ത ഒരാളെ എങ്ങനെ തൻ്റെ തോക്ക് ഉൾപ്പെടെ കൈമാറുന്നു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മാത്രം ഇതല്ല, നമ്മൾ ഈ പത്താൻകോട്ടിൽ ഉൾപ്പെടെ നമ്മുടെ സൈനിക താവളങ്ങളിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുംബൈ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇങ്ങനെ യൂണിഫോം ഇട്ടൊരാൾക്ക് കയറി വരാമെങ്കിൽ അയാൾക്ക് എന്തെല്ലാം അവിടെ ചെയ്യാമായിരുന്നു? അവിടെ വന്നിട്ട് ഒരു ബോംബ് സ്ഥാപിച്ചിട്ട് പോയിക്കൂടെ? അല്ലെങ്കിൽ ഇയാൾക്കൊരു മനുഷ്യ ബോംബായിട്ട് വന്നിട്ട് പൊട്ടിത്തെറിച്ചുകൂടെ? അപ്പം മസഗോൺ ഷിപ്പ്യാർഡ് പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് ഒരാൾ കടന്നു വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ലല്ലോ. അല്ല, അത്ര ഭീകരമായൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വർത്തമാനം പറയാൻ തരും. ഇനി സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇനി ആ സമയത്ത് ഇയാൾ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ഇയാൾ തിരിച്ചു വരുമ്പോൾ അവിടെ ആളില്ല, മനസ്സിലായില്ലേ? ആളില്ല എന്ന് വരുമ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് വേറെ ആൾ വന്നിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ വേറെ ആൾ സ്വാഭാവികമായും മറ്റൊരാൾ വരേണ്ടതാണ്. അതെ. അപ്പോൾ ഇയാൾ തിരിച്ചു പോയ ഇയാൾക്ക് തൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ല എന്ന് മനസ്സിലായിട്ടില്ലേ? ഇയാളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെങ്കിൽ റിയൽ ഡ്യൂട്ടിക്ക് വരേണ്ട ഒരാൾ വരും. അപ്പോൾ ഇയാൾ ഡ്യൂട്ടി ടൈമിന് മുമ്പ് പോയോ? അങ്ങനെ വരാമല്ലോ. മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾ മാറിക്കോ, ഞാനാണ് ഇനി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് ഡ്യൂട്ടി 6 മണി വരെയാണെന്ന് അറിയാവുന്നൊരു പട്ടാളക്കാരൻ 5:30 മണിക്ക് വേറെ ആൾ വന്നിട്ട് ഇനി ഞാനാണ്, നീ പൊക്കോ എന്ന് പറഞ്ഞാൽ പോകില്ല. അവിടെ സംശയങ്ങൾ ഒരുപാടുണ്ട്. ഈ സംശയങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ അകത്തുള്ള കറുത്ത കുതിരകൾ ആരെങ്കിലും ഉണ്ടോ? ഉത്തരം കിട്ടാത്ത ദുരൂഹതകൾ. എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് സൈന്യം ഇത് വലിയ കാര്യമായി പുറത്ത് പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഉന്നത സൈനിക കേന്ദ്രങ്ങളിൽ പോലും ചില വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് ഒട്ടും ഭൂഷണമല്ല. നമ്മളിത് ലോകത്തോട് പറയുന്നത് നമ്മുടെ സൈന്യം മോശമാണെന്ന് പറയാനോ ഒന്നുമല്ല. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ അപകടകരമായ കാര്യങ്ങൾ, ചെറിയ അലസത, ഉദാസീനമായ നിലപാടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാതെ ഇതായിരുന്നു. കാരണം നമ്മുടെ രാജ്യം വല്ലാത്ത പ്രതിസന്ധി പോവുകയാണ്. സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ടൂൾ കിറ്റുകൾ ഇറക്കുകയും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മലേഷ്യയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്ന അതേ സമയത്ത് ജോർജ് സോറോസിൻ്റെ മകനും മലേഷ്യയിലുണ്ടായിരുന്നു. മലേഷ്യയിൽ കാലങ്ങളായി മറ്റൊരാളുണ്ട്, സാക്കിർ നായിക് മലേഷ്യയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മലേഷ്യയിൽ ഒക്കെ കറങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുക? പിന്നെ പുള്ളി ഈ എൻജിൻ സർവീസിന് പോയതാണ് ആളുകൾ പറയുന്നത്. കാരണം ബീഹാറിലൊരു യാത്രയെ കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി പോയതായിരിക്കും. അത് ഒരാളുടെ സ്വകാര്യ കാര്യമാണ്. നമ്മളാണെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് ആദ്യം ഒരു വീഡിയോ ചെയ്തത് നമ്മളാണ്. ഏതായാലും ഇത് വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. CCTV ഫുട്ടേജൊക്കെ പരിശോധിക്കുന്നു. ഇനിയിപ്പോൾ ഈ വന്ന ആൾക്ക് ഷിഫ്റ്റ് മാറ്റത്തെക്കുറിച്ചുള്ള സമയമൊക്കെ അറിയാം. അങ്ങനെ വന്നതാണെന്ന് കരുതാനും സാധ്യത ഉണ്ടെന്നും ഇല്ലെന്ന് പറയാം. പക്ഷേ ഈ സൈനികന് മറ്റൊരാൾ വന്നപ്പോൾ ഒരു സംശയവും തോന്നാതെ തോക്ക് കൊടുത്തിട്ട് മാറാൻ കഴിയുമോ? ഇതൊക്കെ വലിയ സുരക്ഷാ വീഴ്ചയുടെ ഒരു റിസൾട്ട് തന്നെയാണ്. മാത്രമല്ലോ, ഒരുപാട് ബുള്ളറ്റുകൾ അടങ്ങുന്ന നമുക്ക് അല്ല സിനു, അത് ഇനി പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ സൈന്യത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ വളരെ വാക്കുകൾ നിയന്ത്രിച്ച് പറയുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസുകാരെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞു. പക്ഷേ സേനയെക്കുറിച്ച് നമുക്ക് പറയാൻ പരിമിതികളുണ്ട്. പക്ഷേ നമ്മൾ കരുതുന്ന പോലെയല്ല, ചില വീഴ്ചകൾ എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അല്ല, നമ്മൾ പറയുന്നത് കുറ്റപ്പെടുത്തില്ല, ആശങ്കയാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മുടെ ഒരു സൈനിക കേന്ദ്രത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തിന് അത് വലിയ താങ്ങാനൊക്കെ കഴിയും, എന്നാൽ വല്ലാത്തൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുംബൈയിലെ ഈ നേവിയുടെ ആസ്ഥാനത്ത് സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് ഈ പ്രതിയെ ഉടനെ പിടികൂടട്ടെ. മാത്രമല്ല, ഇയാൾ ഈ തോക്കും ആയിട്ട് 100-300ഓളം ബുള്ളറ്റുകളുമായിട്ട് ഒരാൾ മഹാരാഷ്ട്ര പോലെ, മുംബൈ പോലെയുള്ള ഒരു മഹാനഗരത്തിലേക്ക്
ഇതുമായി ഇറങ്ങിപ്പോയാൽ ഒരു സെൻസിറ്റീവ് എന്തെല്ലാം ഒരു വിവാദം മാത്രമല്ല. കഴിഞ്ഞ ദിവസം ബോംബെയിൽ വലിയ ഭീകരവാദ ആയിരക്കണക്കിന് ആളെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. പിടിക്കുകയൊക്കെ ചെയ്തു. അതൊരു വ്യാജ കേസായിരുന്നു, വ്യാജ ബോംബ് ഭീഷണി. എന്നാലും ഇത്രയും ഒരു ഇൻസാഫ് റൈഫിളും ബുള്ളറ്റുകളുമായി ഒരാൾ മഹാനഗരമായ മുംബൈയിലേക്ക് നാവിക ആസ്ഥാനത്ത് തട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അത് അയാൾ ഒരു ഭീകരനാണെങ്കിലോ ഈ തോക്ക് ഉപയോഗിച്ച് മുംബൈയിൽ ഒരു 3 മാഗസിൻ ബുള്ളറ്റുകളും ഒരു തോക്കും ഉണ്ടെങ്കിൽ എത്ര ആളുകളെ കൊലപ്പെടുത്താൻ കഴിയും? അപ്പോൾ അത്ര നിസ്സാര സംഭവമല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജാഗ്രത കൂടുതൽ മുറുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈന്യം അപ്രതിരോധ്യമായ സേനയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യമാണ്. നമുക്ക് രാജ്യത്തിന് സൈന്യം ചെയ്യുന്ന എല്ലാ സേവനത്തിനോടും നമുക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. നമ്മൾ എല്ലാ ജവാന്മാരെയും സല്യൂട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാതെ പോകുന്നത് ശരിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.